ഹലോ എവറി വൺ, വെൽക്കം ടു ഗ്രോ മലയാളം. അങ്ങനെ ഒരു പുതിയ വർഷം തുടങ്ങിയിരിക്കുകയാണ് അല്ലേ? ഈ ഒരു സമയത്ത് എല്ലാവരെയും പോലെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാകും ഏതൊക്കെ സെക്ടറുകൾ അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്സ് നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് തരും എന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് നാളായി എല്ലാവരുടെയും ഡിസ്കഷനിൽ വരുന്ന എക്സ്പേർട്സ് ബുള്ളിഷ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നതുമായ 5 സെക്ടറുകൾ അല്ലെങ്കിൽ 5 തീമുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഈ സെക്ടറുകൾ ബുള്ളിഷ് ആയി പോകുന്നത് എന്നും പിന്നെ ഈ സെക്ടറുകളിലെ ടോപ്പ് 5 സ്റ്റോക്സ് ഏതൊക്കെയാണെന്നൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്. സോ വൈകിപ്പിക്കാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇൻവെസ്റ്റിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കണ്ടന്റുകൾ ഓരോ ദിവസവും പുതിയ വീഡിയോകളായിട്ട് നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ ഫസ്റ്റ് സെക്ടർ ക്യാപിറ്റൽ ഗൂഡ്സ്. എന്താണ് ക്യാപിറ്റൽ ഗൂഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഗൂഡ്സ് ആണ് ക്യാപിറ്റൽ ഗൂഡ്സ്. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കോഫി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് എടുക്കാം. അതിൽ കോഫി മെഷീൻ ആണ് ക്യാപിറ്റൽ ഗൂഡ്. ക്യാപിറ്റൽ ഗൂഡ്സിന്റെ 2001 മുതൽ 2007 വരെയുള്ള BSE ക്യാപിറ്റൽ ഗൂഡ്സ് ഇൻഡെക്സ് എടുത്ത് നോക്കിയാൽ ഇൻഡെക്സിൽ ഒരു നല്ല റാലി ഉള്ളതായിട്ട് കാണാൻ പറ്റും. പക്ഷേ അത് കഴിഞ്ഞ് ജനുവരി 2008 മുതൽ ജനുവരി 2021 വരെ ഇൻഡെക്സ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. എന്നാൽ ജനുവരി 2021 മുതൽ ഇപ്പോൾ വരെ ഇൻഡെക്സ് 76% കൂടിയതായിട്ട് കാണാൻ പറ്റും. സോ പെട്ടെന്നൊരു ജമ്പ് ഉണ്ടാവാൻ മാത്രം 10 വർഷമായി അണ്ടർ പെർഫോമിംഗ് ആയിരുന്ന ഈ സെക്ടറിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു മാനുഫാക്ചറിംഗ് ബൂം തുടങ്ങിയിരിക്കുകയാണ്. പുതിയ ഫാക്ടറികൾ വളർന്നു വരികയും നിലവിലുള്ള പ്ലാന്റുകൾ അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും പിന്നെ ഉൽപാദനങ്ങളുടെ ഡിമാൻഡ് കൂടി വരികയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ക്യാപിറ്റൽ ഗൂഡ്സിന്റെ ഡിമാൻഡിന് ഒരു ഡയറക്റ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് കൂടി വരികയാണ്. സിമെന്റ്, മെറ്റൽസ്, പവർ ആൻഡ് റിഫൈനിങ് തുടങ്ങിയ സെക്ടറുകളിലുള്ള കമ്പനികളുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കൊണ്ട് തന്നെ ഈ കമ്പനികൾക്കൊക്കെ കാപ്പെക്സ്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ക്യാപിറ്റൽ ഗൂഡ്സിന്റെ ഓർഡർ ബുക്കും വളരെ വേഗത്തിൽ വളരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാപ്പെക്സ് ഗ്രോത്തും ഒരു ഫാസ്റ്റർ പേസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോഴുള്ളത് $2200 പെർ ക്യാപിറ്റ GDP എന്നുള്ള ഇൻഫ്ലക്ഷൻ പോയിന്റിലാണ്. അതായത് ഒരു ഡയറക്ഷൻ വഴിതിരിച്ചു വിടാനുള്ള പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കൺസെപ്ഷൻ ഗ്രോത്ത് അല്ലെങ്കിൽ ഉപഭോഗ വളർച്ചയെ കൂട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഗവൺമെന്റ് PLI സ്കീംസ് വഴി നിർമ്മാണ മേഖലയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ക്യാപിറ്റൽ ഗൂഡ്സ് സെക്ടറിന്റെ വരുമാനം 18% ഈ വർഷം ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, റോ മെറ്റീരിയൽ ഇൻഫ്ലേഷൻ കാരണം മാർജിൻ പ്രോഫിറ്റും മെച്ചപ്പെടുന്നുണ്ട്. ഇനി സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ച് ക്യാപിറ്റൽ ഗൂഡ്സ് സെക്ടറിലെ 5 മികച്ച സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് കാണാൻ പറ്റും. ഇന്നത്തെ രണ്ടാമത്തെ തീം അല്ലെങ്കിൽ സെക്ടറാണ് ഡിഫൻസ് സെക്ടർ. ഇന്ത്യൻ ഡിഫൻസ് കമ്പനികൾക്ക് ആത്മനിർഭർ ഭാരത് പോലുള്ള സർക്കാർ നയ നടപടികൾ കാരണം ഒരുപാട് ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട്. 2014 ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിന്റെ എക്സ്പോർട്ട് ഏകദേശം 900 കോടി രൂപയായിരുന്നു. 2022 ഇത് 14,000 കോടി രൂപ മറികടന്നു. ഈ നമ്പർ 2023 19,000 കോടിയും 2025 ആകുമ്പോഴേക്കും 25,000 കോടി രൂപയും മറികടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഡിഫൻസ് കമ്പനീസിന്റെ ഓർഡർ ബുക്കും അതിവേഗം വളരുകയാണ്. ഗവൺമെന്റിന്റെ പ്രാദേശികവൽക്കരണം, അതുപോലെ തന്നെ വളർന്നു വരുന്ന കയറ്റുമതി, ഓർഡർ ബുക്ക് എന്നിവയൊക്കെ കാരണം 2022 മികച്ച റിട്ടേൺസ് നൽകിയ ഡിഫൻസ് സെക്ടർ 2023 ഒരു ഇൻട്രസ്റ്റിംഗ് തീം ആണെന്നാണ് മാർക്കറ്റ് എക്സ്പേർട്സ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് വെച്ച് മികച്ച 5 ഡിഫൻസ് സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് സ്ക്രീനിൽ കാണാം. അടുത്ത തീം റെയിൽവേ സെക്ടറാണ്. റെയിൽവേ സ്റ്റോക്സ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ശക്തമായ റാലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഐ കാർഡിൽ നിങ്ങൾക്കിപ്പോൾ കാണാം അതിൻ്റെ ലിങ്ക്. ഇനി ഇത് എൻഡ് സ്ക്രീനിൽ നമ്മൾ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞതും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കാണാവുന്നതാണ്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയും വികസനത്തിന്റെ അഭാവവും കാരണം റെയിൽവേ സെക്ടർ സ്റ്റോക്കുകൾ അതുവരെയും അണ്ടർ പെർഫോമിംഗ് ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എക്സ്പേർട്സിന്റെ അഭിപ്രായ പ്രകാരം റെയിൽവേ സ്റ്റോക്സിൽ ഉണ്ടായിട്ടുള്ള ബൈയിങ് റാലി ഒരു പോസിറ്റീവ് യൂണിയൻ ബജറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2023-24 ബജറ്റിൽ നമുക്ക് റെയിൽവേ സെക്ടറിൽ കാര്യമായ ഒരു അലോക്കേഷൻ കാണാൻ പറ്റും. 2014 റെയിൽവേ സെക്ടറിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത ഫണ്ട് 50,000 കോടി രൂപയായിരുന്നു. അത് 2022 2.45 ലക്ഷം കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. മാത്രമല്ല, ഗവൺമെന്റ് റെയിൽവേ കമ്പനീസിൽ അതിന്റെ സ്റ്റേക്സ് കുറച്ചേക്കാം. അതിന്റെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ്, അതായത് നിക്ഷേപം വിറ്റൊഴിവാക്കേണ്ടതിന്റെ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതും റെയിൽവേ സ്റ്റോക്സിന്റെ റാലിക്ക് ഒരു കാരണമാണ്.
ഗവൺമെന്റിന്റെ ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, പോസിറ്റീവ് ബജറ്റിലേക്കുള്ള പ്രതീക്ഷ, കൂടി വരുന്ന കാപ്പെക്സ്, ഇതൊക്കെ കാരണം എക്സ്പെർട്ട് വിശ്വസിക്കുന്നത് റെയിൽവേ സ്റ്റോക്സിന് 2023 നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ്. മാർക്കറ്റ് ക്യാപ് പ്രകാരം മികച്ച 5 റെയിൽവേ സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇനി സ്ക്രീനിൽ കാണാം. ഫോർത്ത് സെക്ടർ PSU ബാങ്ക്സ് അഥവാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ബാങ്ക്സ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഈ വർഷം PSU ബാങ്ക് സ്റ്റോക്സ് മാർക്കറ്റിനെ വളരെ വലിയ മാർജിനിൽ തന്നെ കടത്തി വെട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് കഴിഞ്ഞ ഒരു വർഷത്തിൽ 67% ഗെയിൻ ആണ് ഉണ്ടാക്കിയത്. ബട്ട് ഇത് ഈ അടുത്ത് നടന്ന ഒരു സിനാരിയോ മാത്രമാണ്. കുറച്ച് പുറകിലോട്ട് പോയാൽ നമുക്ക് കാണാൻ പറ്റും 2011 മുതൽ ഇപ്പോൾ വരെ എടുത്തു നോക്കുമ്പോൾ PSU ബാങ്ക്സ് നല്ല റിട്ടേൺസ് ഒന്നും തന്നെ തന്നിട്ടില്ല എന്നുള്ളത്. 2012നും 2022നും ഇടയിൽ ഇന്ത്യയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ് 58 ലക്ഷം കോടിയിൽ നിന്ന് 281 ലക്ഷം കോടിയിലേക്ക് എത്തി. അതേസമയം പ്രൈവറ്റ് ബാങ്ക്സിന്റെ മാർക്കറ്റ് ക്യാപ് 41 ലക്ഷം കോടി രൂപയിൽ നിന്നും 252 ലക്ഷം കോടിയിലേക്കും, PSU ബാങ്ക്സിന്റെ മാർക്കറ്റ് ക്യാപ് 16 ലക്ഷം കോടിയിൽ നിന്നും 37 ലക്ഷം കോടിയിലേക്കും മാത്രമേ ഉയർന്നിട്ടുള്ളൂ. പ്രൈവറ്റ് ബാങ്ക്സിന്റെ 20% CAGR ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ PSU ബാങ്ക്സ് വളർന്നത് വെറും 8.7% CAGR മാത്രമാണ്. ഇതിന്റെ പ്രധാന കാരണം വർഷങ്ങളായുള്ള PSU ബാങ്കുകളുടെ മോശം അസറ്റ് ക്വാളിറ്റിയാണ്. അത് ഇവയുടെ അണ്ടർ പെർഫോമൻസിന് കൂടി കാരണമായി. പക്ഷേ കഴിഞ്ഞ 5 വർഷം എടുത്താൽ PSU ബാങ്ക്സ് അഗ്രസീവ് പ്രൊവിഷനിങ് വെച്ച് അവരുടെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഒക്കെ ബാലൻസ് ഷീറ്റിൽ നിന്നും നീക്കിയിരുന്നു. ഇത് കാരണം ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റിയും ഫിനാൻഷ്യൽ റേഷ്യോസും നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് കാണാം. ഗ്രോസ് NPA കുറഞ്ഞു വന്നു. ഫിനാൻഷ്യൽ ഇയർ 18ൽ 11%ലേക്കും ഫിനാൻഷ്യൽ ഇയർ 22ൽ 6%ലേക്കും എത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വാല്യൂഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ PSU ബാങ്ക്സ് അവയുടെ ക്ലീൻ ബാലൻസ് ഷീറ്റ് കാരണം റേറ്റിംഗ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റ്സ് ഭാവിയിൽ മൾട്ടിപ്ലൈ ആയി ഉയർന്നു വരുമോ എന്നുള്ളത് തന്നെയാണ്. മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് പ്രകാരം PSU ബാങ്കുകളിൽ വരും വർഷങ്ങളിൽ മാർജിൻ എക്സ്പാൻഷൻ കാണാം. അത് അടുത്തൊരു റേറ്റിംഗ് റൗണ്ടിന് കാരണമായേക്കുകയും ചെയ്യാം. മികച്ച മാർജിൻസിന്റെ കൂടെ തന്നെ മികച്ച ലിക്വിഡിറ്റി പൊസിഷൻ, റീസണബിൾ ആയ NPA ഫോർമേഷൻ, ലോവർ റിവേഴ്സൽ ഓഫ് ഇൻട്രസ്റ്റ് ഇൻകം, ഡെപ്പോസിറ്റുകളിലെ കുറഞ്ഞ ഹോൾസെയിൽ ഡെപ്പോസിറ്റ്സ് ഒക്കെ PSU ബാങ്ക്സിന്റെ നല്ല ഭാവിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. PSU ബാങ്ക്സ് അവരുടെ കോർപ്പറേറ്റ് വായ്പാ രീതികൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെയും അവർക്കുണ്ടായിരുന്ന ഹൈ NPAസിന് കാരണം അവരുടെ വൻപൻ ഹോൾസെയിൽ ലോണുകളാണ്. പക്ഷേ ഇന്ത്യ ഒട്ടാകെ കോർപ്പറേറ്റുകളുടെ ഗ്രോത്ത് പ്രോഫിറ്റും ക്രെഡിറ്റ് റേറ്റിംഗും മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. മുൻപ് PSU ബാങ്ക്സിന്റെ തോൽവിക്ക് കാരണമായ അതേ കോർപ്പറേറ്റ് ലോൺ ബുക്സ് ആണ് ഇന്ന് അവരുടെ വളർച്ചയ്ക്കും കാരണമായിട്ടുള്ളത്. ഉയർന്ന പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കാപ്പെക്സ്, വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ്സിന്റെ മികച്ച ഉപയോഗം ഒക്കെ കോർപ്പറേറ്റ്സിന്റെ ഭാവി വളർച്ചയെ കാണിക്കുന്നതാണ്. കൂടാതെ PSU ബാങ്ക്സിന് പ്രൈവറ്റ് ബാങ്ക്സിനേക്കാൾ കോർപ്പറേറ്റ് ലോൺസ് കൂടുതലാണ്. സോ ഇത് കാരണം PSU ബാങ്ക്സിന് ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് ബൂം സൈക്കിളിൽ നിന്നും ഒരുപാട് ബെനിഫിറ്റ്സ് നേടാൻ സാധിക്കും. ഇപ്പോൾ മാർക്കറ്റ് ക്യാപ് പ്രകാരമുള്ള മികച്ച 5 PSU ബാങ്ക്സ് ഏതൊക്കെയാണെന്ന് ഇനി സ്ക്രീനിൽ കാണാം. അടുത്ത എമേർജിംഗ് തീമാണ് ഫെർട്ടിലൈസർ സെക്ടർ. ഫെർട്ടിലൈസർ സ്റ്റോക്കുകളെ കുറിച്ചും കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഫെർട്ടിലൈസർ സ്റ്റോക്സ് കഴിഞ്ഞ ഒരു മാസത്തിൽ 128% റാലി ചെയ്തത്. ഉയർന്നു വരുന്ന ഇൻപുട്ട് കോസ്റ്റും മാർജിനിൽ ഉണ്ടായ കുറവും കാരണം ഫെർട്ടിലൈസർ സ്റ്റോക്സ് കുറച്ച് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഫെർട്ടിലൈസർ സെക്ടറിൽ ഇപ്പോഴുണ്ടായ ഈ റാലിക്ക് പുറകിൽ 2 മേജർ റീസൺസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ കാരണം $450 പെർ ടണ്ണിന് മുകളിൽ വില വരുന്ന എല്ലാ ഫെർട്ടിലൈസേഴ്സിനും റഷ്യ 23.5% എക്സ്പോർട്ട് ഡ്യൂട്ടി ചുമത്തിയിരിക്കുകയാണ്. ഇത് ജനുവരി 1, 2023 മുതൽ ബാധകമായി. ഇത് കാരണം ആഗോളതലത്തിൽ ഫെർട്ടിലൈസേഴ്സിന്റെ വില ഉയരുകയും അതുമൂലം ഇന്ത്യൻ ഫെർട്ടിലൈസേഴ്സിന് ആഗോള വിപണിയിൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവുകയും ചെയ്തു. അത് ഇന്ത്യൻ ഫെർട്ടിലൈസർ കമ്പനികൾക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. ഇനി രണ്ടാമത്തെ കാരണം 2023 ബജറ്റിൽ ഗവൺമെന്റ് യൂറിയയുടെ സബ്സിഡി ഉയർത്തുമെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. ഈ തീരുമാനം നടന്നാൽ കർഷകർക്കും ഗുണകരമായിരിക്കും. അത് റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കുറയും, ഫെർട്ടിലൈസർ കമ്പനികളുടെ മാർജിൻ മെച്ചപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ 2022 ബജറ്റിൽ ഗവൺമെന്റ് യൂറിയ സബ്സിഡി കുറച്ചതുകൊണ്ട് ഇൻഡസ്ട്രി എക്സ്പെർട്ട് പ്രതീക്ഷിക്കുന്നത് സബ്സിഡി റീഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും 2023 ബജറ്റിൽ എന്നാണ്. അത് ഈ സെക്ടറിന് ഒരു പുഷ് തീർച്ചയായും കൊടുക്കും. ഇനി മാർക്കറ്റ് ക്യാപ് പ്രകാരമുള്ള 5 ടോപ്പ് ഫെർട്ടിലൈസർ സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വർഷം മാർക്കറ്റ് ബുള്ളിഷായി കരുതുന്ന 5 തീംസ്. അതായത് നിങ്ങൾക്ക് 2023 ഈ തീംസിൽ ഒരു കണ്ണ് വെക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ സെക്ടറുകൾ അല്ലെങ്കിൽ തീംസ് ആണ് ബുള്ളിഷായിട്ട് തോന്നുന്നത് കമൻറ്റ് ചെയ്യൂ. ഒന്നുകൂടി പ്രത്യേകം ഓർപ്പിക്കാനുള്ളത്, ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷനും ഈ വീഡിയോസിലൂടെ നൽകുന്നില്ല. പിന്നെ ഗ്രോ മലയാളം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉണ്ട്. അവിടെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.